2007 മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ ദൗത്യ സംഘത്തലവനായിരുന്ന കെ സുരേഷ് കുമാറിനെതിരെ CPM നേതാവ് MM മണി വീണ്ടും ദൗത്യം പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല എന്ന് സുരേഷ് കുമാർ പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഒഴിപ്പിക്കൽ തുടർന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേനെ. VSന്റെ അറിവോടെയാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്ന് കരുതുന്നില്ല എന്നും MM മണി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. VSന്റെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇവനൊക്കെ തോന്നുന്ന പോലെ ചെയ്തു. അതുകൊണ്ട് എതിർത്തു. അതുകൊണ്ട് നിർത്തിയേച്ച് പോകേണ്ടി വന്നല്ലോ. സുരേഷ് കുമാറല്ല ഈ വലിയവനാണെന്ന് പറഞ്ഞാലും വിവരക്കേട് കാണിച്ചാൽ വിവരമില്ലെന്ന് തന്നെ പറയും. ഇന്നും പറയും, നാളെയും പറയും മണി. അന്ന് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തന്നെ എൻ്റെ നിഗമനമതാ. ഒഴിപ്പിക്കൽ എല്ലാം ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞതുണ്ടല്ലോ, അതിൽ നമുക്ക് സന്തോഷമാണ്. VS അന്ന് സ്വീകരിച്ച നടപടി സുരേഷ് കുമാറിനെ പോലുള്ള ആളുകൾ സ്വീകരിച്ച നടപടിയാണ്. VS എല്ലാം അറിഞ്ഞാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അവിടെയല്ലേ, തിരുവനന്തപുരത്തല്ലേ. രാഹുൽ വിജയൻ വിവരങ്ങൾ ചെയ്തു. രാഹുൽ, അത് വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കലാണെങ്കിലും ഇനി ആ കയ്യേറ്റം ഒഴിപ്പിക്കൽ സാധാരണ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭീതി ഉണ്ടായിരുന്നെങ്കിൽ MM മണി പറയുന്നതിൽ ആർത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതല്ലാതെ VS പറഞ്ഞിട്ട് VSനെ തെറ്റിദ്ധരിപ്പിക്കാനും മാത്രം അത്ര ചെറിയ ആളൊന്നും ആയിരുന്നില്ല. VSന് നല്ല ബോധം ഉണ്ടായിരുന്നു. VSന് എന്താണ് സംഭവിക്കുന്നതൊക്കെ ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. കൃത്യമായി VSന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് VSന്റെ പൂച്ചകൾ അന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ VSനിപ്പം എൻ്റെ ദിനങ്ങൾ എന്ന കെ സുരേഷ് കുമാറിന്റെ പുസ്തകത്തിലൊക്കെ അത് വളരെ വിശദമായ അധ്യായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് മണിയാശാൻ വായിക്കാത്തതാണോ, വായിച്ചിട്ട് മിണ്ടാത്തതാണോ? രാഹുൽ, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, MM മണി അത് വായിച്ചില്ലെങ്കിലും അന്നത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന MM മണി എന്ന് പറയുന്നത്. അന്ന് ഈ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2007 VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് ഒരു പ്രത്യേക ദൌത്യ സംഘത്തെ ഈ മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. അതിന്റെ ദൌത്യ സംഘ തലവന്മാരിൽ ഒരാളായിരുന്നു ഈ കെ സുരേഷ് കുമാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം രചിച്ച പുസ്തകത്തിൽ അന്നത്തെ ഈ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ ഇടുക്കിയിൽ വരുന്ന സമയത്ത് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പല കയ്യേറ്റങ്ങളുള്ള സ്ഥലത്തേക്കും പോകാൻ അനുവദിച്ചിരുന്നില്ല. ചില സ്ഥലങ്ങളിലേക്ക് മാത്രം പോയാൽ മതി എന്നുള്ള നിർദ്ദേശം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഈ വിവരക്കേടാണ് കെ സുരേഷ് കുമാർ കാണിച്ചത് എന്നുള്ളതാണ്. തോന്നിയ പോലെ അന്നത്തെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു. ഇവിടെ കയ്യേറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുടിയേറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തോന്നിയവാസം കാണിച്ചതുകൊണ്ടാണ് അന്ന് എതിർത്തത്. ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നു എന്ന് കെ സുരേഷ് കുമാർ പറയുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യം എന്നുകൂടിയാണ് MM മണി പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്, അന്ന് വരെ VS അച്യുതാനന്ദന്റെ ഏറ്റവും അടുത്ത ആളായിരുന്ന, അനുയായിയായിരുന്ന MM മണി പിന്നീട് ഈ മൂന്നാർ ദൗത്യത്തിന് പിന്നാലെയാണ് പിണറായി പക്ഷത്തേക്ക് പോയത് എന്നൊരു കഥ ഉൾപ്പെടെ ഉള്ളതാണ്. എന്തായാലും അന്നത്തെ VS അച്യുതാനന്ദൻ സ്വീകരിച്ച ചില നിലപാടുകളോട് തനിക്ക് എതിർപ്പുണ്ടായിരുന്നു, നീരസമുണ്ടായിരുന്നു എന്നുകൂടി MM മണി പറഞ്ഞു വെക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അന്നത്തെ ആ ദൗത്യം തുടർന്നിരുന്നുവെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേനെ എന്നൊരു വാക്കുകൂടി MM മണി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ, ആ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ VSന്റെ ദൗത്യമാണ്. ഇടയ്ക്ക് അതിനൊടക്ക് വന്ന് നിന്ന കാര്യവും ഉടക്ക് വന്ന വഴിയേത് എന്നൊക്കെ ആ കാര്യങ്ങൾ നോക്കിക്കണ്ട കേരളത്തിനൊക്കെ അറിയാം. പ്രത്യേകിച്ച് അത് വീണ്ടും ചർച്ചയാവുള്ള കാരണം VSന്റെ ദിനങ്ങൾ എന്ന കെ സുരേഷ് കുമാറിൻ്റെ ആ പുസ്തകമാണ്. MM മണിക്ക് അന്നേ ആ വിഷയത്തിൽ, MM മണിക്കല്ല, ഇടുക്കി CPM അന്നേ ആ വിഷയത്തിൽ വലിയ എതിർപ്പും വിയോജിപ്പും ആ ദൗത്യ സംഘത്തിനോട് VSനോടും ഉണ്ടായിരുന്നു. മണിയാശാൻ അടക്കമുള്ള VSനോടക്കമുള്ള ആ വിയോജിപ്പുകൾ അക്കാലത്തും തുറന്നു പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. പക്ഷെ ഒരു കാര്യം പറയുന്നത്, വീണ്ടും തുടർന്നാൽ ഏതാണ്ടൊക്കെ ചെയ്ത് കളയുമായിരുന്നു എന്നാണ് MM മണി ഇപ്പോൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.